Good morning students, welcome back to my video class heading a geometrical probability. Geometrical probability. Geometrical probability എന്ന് പറഞ്ഞാൽ നമുക്ക് ഷേപ്സ് ആയിട്ട് തന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഷേപ്സ്. അപ്പോൾ അതിൻ്റെ ഏരിയ തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും അവിടെ ചോദിക്കും. ഇവിടെ നമ്പർ നമ്മൾ നോക്കിയിട്ടാണ് ചെയ്തത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 72 ഇതിൽ വെച്ച് പറയാനുള്ളൂ. ഇൻ ഈച്ച് പിക്ചർ ബിലോ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഗ്രീൻ The explanation of the green part is given. Calculate in each the probability of a dot. Probability of a dot put without looking to be within the green part. Green part നോക്കാതെ ഡോട്ട് ഇടുകയാണെങ്കിൽ ആ ഡോട്ടിൻ്റെ പ്രോബിലിറ്റി ആണ്. കുറേ പിക്ചേഴ്സ് തരുന്നുണ്ട്. അതിൽ പിക്ചേഴ്സിൽ ഒന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ കേസാണ് എ സ്ക്വയർ ഗോട്ട് ബൈ ജോയിനിങ്. ആ സ്ക്വയർ കിട്ടുന്നുണ്ട്, ആ ഗ്രീൻ പോർഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ജോയിൻ ദ മിഡ് പോയിന്റ് ഓഫ് എ ബിഗർ സ്ക്വയർ. എന്താണ് പറഞ്ഞത്? എ സ്ക്വയർ ഗോട്ട് ബൈ ജോയിൻ ദ മിഡ് പോയിന്റ്സ് ഓഫ് ബിഗർ സ്ക്വയർ. രണ്ട് സ്ക്വയറാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതിൽ ഒരു വലിയ സ്ക്വയറിൻ്റെ ഉള്ളിൽ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പം കിട്ടുന്ന ഒരു സ്ക്വയർ നിങ്ങൾക്ക് എന്താണ് അവിടെ? ഇതാണ് ഗ്രീൻ പോർഷൻ, ഇതാണ് ഗ്രീൻ പോർഷൻ. ആ ഗ്രീൻ പോർഷനിൽ നമുക്ക് ഡോട്ട് ഇടണം വിത്തൗട്ട് ലുക്കിങ്. അപ്പോൾ അതിൽ ഈ ജോമെട്രിക് പോർഷനിൽ എപ്പോഴും എവിടെയാണോ ഡോട്ട് ഇടുന്നത് ഫേവറബിൾ ആയിട്ടുള്ളത് ബൈ ടോട്ടലാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഇടുന്നത്? സ്മോൾ സ്ക്വയറിലാണ് ഡോട്ട് ഇടുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഡോട്ട് വിത്തൗട്ട് ലുക്കിങ് എന്നാണ് ക്വസ്റ്റ്യൻ. പ്രോബിലിറ്റി ഓഫ് ഡോട്ട് without looking into the inside the square. അത് ഞാൻ എഴുതുന്നില്ല. ഇപ്പോൾ ഡോട്ട് വിത്തൗട്ട് പ്രോബിലിറ്റി ആണ് ചോദിക്കുന്നത്. ഡോട്ടിൻ്റെ പ്രോബിലിറ്റി എത്ര ഡോട്ട് എങ്ങനെ എഴുതുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ ബൈ ഏരിയ ഓഫ് ബിഗ് smaller square and area of smaller square by area of bigger square. അതായത് ഏതിലാണോ ഡോട്ട് ഇടുന്നത്, സ്മോളർ സ്ക്വയറിലാണ് ഡോട്ട് ഇടുന്നത്, അത് ബൈ ഏരിയ ഓഫ് ബിഗ് സ്ക്വയർ. അപ്പം ഇതിൻ്റെ ഏരിയ കാണാം. സ്റ്റെപ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. സൈഡ് നമുക്ക് അറിയില്ല. അപ്പോൾ 2a എടുക്കണം. എല്ലാ സൈഡും 2a എടുക്കും. സൈഡ് 2a. അപ്പോൾ നമുക്ക് 2a ആണെങ്കിൽ ഇത് എയും ആവും. ഇപ്പോൾ 9th വീണ്ടും പഠിച്ചിട്ടുണ്ട്. 90 ഡിഗ്രി ആണെങ്കിൽ എ ആണെങ്കിൽ ഇതെന്തായിരിക്കും? A√2 ആണ്. അതായത് പൈത്തഗോറസ് തിയറാണ്. പൈത്തഗോറസ് തിയറി ചെയ്യാം. a² + a². ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a² ആണ്. ഹൈപ്പോട്ടനസ് ഈക്വൽ ടു √2a² ആണ്. അപ്പോൾ √2a ആണ്. √2a അല്ലെങ്കിൽ a√2 രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ AC എന്താണ്? a√2. 3 ആണ്. 3√2. 2 ആണ് സൈഡ് എങ്കിൽ 2 ആണെങ്കിൽ 2√2. അത് കഴിഞ്ഞ വർഷം പഠിച്ച 1:1:2. 2 ആണ് സൈഡ് എങ്കിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക 2. a ആണെങ്കിൽ a√2. അതായത് റേഷ്യോ, സൈഡ്സ് റേഷ്യോ 45 90 ആണെങ്കിൽ സൈഡ്സ് റേഷ്യോ 1:1:√2. എന്താണ്? 45 90 ആണ് ആംഗിൾ എങ്കിൽ ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ പഠിച്ചതാണ്. 1:1:√2 ആണ് റേഷ്യോ. 2 ആണ് സൈഡ് എങ്കിൽ 2 ഇൻറ്റു ചെയ്യുക 2√2. a ആണെങ്കിൽ a√2 അങ്ങനെ എഴുതുന്ന നല്ലത്. a√2 അല്ലെങ്കിൽ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് സൈഡ് കിട്ടും. അപ്പോൾ side of smaller square എത്രയാണ്? √2a.
അല്ലെങ്കിൽ എ റൂട്ട് 2 ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ഓഫ് സ്ക്വയർ കാണാം. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൻ്റെ സ്ക്വയർ. സൈഡ് ഇവിടെ എന്താ? സൈഡ് സ്ക്വയർ ബൈ സൈഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് സർക്കിൾ ഏരിയ ഓഫ് മോൾ ആകുമ്പോൾ √2 ആണ് സൈഡ് സ്ക്വയർ ബൈ ഏരിയ ഓഫ് ബിഗ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ സൈഡ് എന്താ? 2a സ്ക്വയർ. അതായത് ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് a√2 ആണ്. അപ്പോൾ a√2 ആണെങ്കിൽ ഏരിയ കാണാൻ a√2 ഇൻറ്റു a√2 ചെയ്താൽ മതി. ബിഗ് സ്ക്വയറിൻ്റെ സൈഡ് 2a ആണ്. അപ്പോൾ 2a ഇൻറ്റു 2a ചെയ്താൽ മതി. √2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 2, a സ്ക്വയറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4, a സ്ക്വയർ a സ്ക്വയർ ക്യാൻസലായി 1/2 ആണ്. എന്താണ് പ്രോബിലിറ്റി ഓഫ് ഡോട്ട്? പ്രോബിലിറ്റി ഓഫ് ഡോട്ട് വിത്തൗട്ട് ലുക്കിംഗ് 1/2 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം 2a എടുത്തു. അപ്പോൾ സൈഡ് a ആണ്, a ആണ്. അപ്പോൾ a√2 അങ്ങനെ സൈഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് പ്രോബിലിറ്റി ഓഫ് ഡോട്ട് വിത്തൗട്ട് ലുക്കിംഗ് ഇൻസൈഡ് ദ സ്ക്വയർ ആണ്, സ്മോൾ സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെ എഴുതാം, പ്രോബിലിറ്റി ഓഫ് ഡോട്ട് വിത്തൗട്ട് ലുക്കിംഗ് ഇൻസൈഡ് ദ സ്മോൾ സ്ക്വയർ. ചെറിയ സ്ക്വയറിൻ്റെ ഉള്ളിൽ ഇടുന്ന ഡോട്ടിൻ്റെ എണ്ണം അത് കാണാൻ എന്ത് ചെയ്യുക? അതിൻ്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ. അതായത് ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ അതിൻ്റെ ഉള്ളിലാണ് ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ബിഗ് സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ ഏരിയ കാണാൻ സൈഡ് സ്ക്വയർ ആണ്. ഇപ്പോൾ സൈഡ് √2a സ്ക്വയർ ആണ്, അല്ലെങ്കിൽ a√2 ആണ്. രണ്ടും ഒന്നാണ്. ബിഗ് സ്ക്വയറിൻ്റെ സൈഡ് 2a ആണ്. അപ്പോൾ 2a സ്ക്വയർ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ അത് കിട്ടും. അല്ലെങ്കിൽ ഇത് വൺ വേർഡ് ആയിട്ട് ചെയ്യാനുള്ളൂ. വൺ വേർഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ എത്ര കഷ്ണങ്ങളായിട്ട് മാറും? ഇത് ഇതിൻ്റെ ഹാഫാണ്, ഹാഫായിട്ട് വരും. ഡയഗണൽ സ്ക്വയേഴ്സ് അല്ല, 4 സ്ക്വയേഴ്സ് ആയി വന്നു. അപ്പോൾ ഇത് എന്തായിരിക്കും? ഈ സ്ക്വയറിൻ്റെ ഹാഫാണ്, ഇത് ഹാഫാണ്. ഈ സ്ക്വയറിൻ്റെ ഹാഫ് പോർഷനാണ്. എല്ലാത്തിൻ്റെ ഹാഫ് പോർഷൻ ആയതുകൊണ്ട് ഏരിയ ഓഫ് പ്രോബിലിറ്റി ഓഫ് ഡോട്ട് വിത്തൗട്ട് ലുക്കിംഗ് ഇൻടു സ്മോൾ സ്ക്വയർ ഈസ് ഹാഫ്. അത് എഴുതിയാലും നമുക്ക് വൺ വേർഡ് ആണെങ്കിൽ 2 മാർക്കാണെങ്കിൽ 1/2 എഴുതി വെച്ചാൽ മതി. ഇതാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഡോട്ട് ചോദിക്കുമ്പോൾ എത്ര ഇതിലാണ് ഡോട്ട് ഇടുന്നത്? 4 ആണ്. ബൈ ടോട്ടൽ എത്ര ഇതാണുള്ളത്? 8 ആണ്. ക്യാൻസൽ ചെയ്തിട്ട് 1. അങ്ങനെ ചെയ്യാം. 8 ഈക്വൽ പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്തത്. അതിൽ 4 പാർട്ടിലാണ് ഡോട്ട് ഇടുന്നത്. ബൈ ടോട്ടൽ പാർട്ട് എത്രയാണ്? 8. അങ്ങനെ 1/2. 2 മാർക്കാണെങ്കിൽ ഇത് മതി. അല്ല 4 മാർക്കൊക്കെ ആണെങ്കിൽ ഏരിയ വെച്ച് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ വരാറില്ല, എന്നാലും ചെയ്ത് പഠിക്കാം. എ സ്ക്വയർ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ എ സർക്കിൾ. ഒരു സ്ക്വയറിൻ്റെ സൈഡ്സ് വെർട്ടെക്സ് ഒക്കെ എന്തെയാണ്? സർക്കിളിലാണ്. ഇതാണ് പിക്ചർ. അപ്പോൾ ഇവിടെയാണ് ഗ്രീൻ പോർഷൻ, ഇവിടെയാണ് ഡോട്ട്. അപ്പോൾ നേരത്തെ തൈര് പറഞ്ഞു നോക്കുക, പ്രോബിലിറ്റി ഓഫ് ഡോട്ട് വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ദ ഗ്രീൻ പോർഷൻ, അതായത് ഏരിയ ഓഫ് സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ. പ്രോബിലിറ്റി ഓഫ് ഡോട്ട് ആണെങ്കിൽ ഏരിയ ഓഫ് സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ. അതായത് എവിടെയാണ് ഡോട്ട് ഇടുന്നത്? ബൈ ടോട്ടൽ സർക്കിൾ. ഇനി അത് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്നറിയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? റേഡിയസ് 6 ആക്കി എടുക്കാം. അപ്പം ഡയഗണൽ എന്തായി മാറി? റേഡിയസും കൂടെ എന്തായി മാറി? 2r ആയി മാറി. എന്താ വരിക? 2r ആയിട്ട് മാറും. അല്ലെങ്കിൽ സൈഡ് a ആക്കി എടുക്കാം. അപ്പോൾ ഡയഗണൽ എത്രയായിരിക്കും? ഇതെടുത്താലും മതി. അപ്പോൾ നമുക്ക് സൈഡ് a എടുക്കാം. സൈഡ് a ആണെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും? ബൈ സ്ക്വയർ പ്ലസ് സൈഡ് സ്ക്വയർ, a സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അപ്പോൾ 2a സ്ക്വയർ ആണ്. ഡയമീറ്റർ എന്താണ്? √2a സ്ക്വയർ ആണ്. √2a ആണ്. ഇതിങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ 1:1:√2 ആകുമ്പം 1:1:√2 അതാണ് ഈസി. ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതാണ് ഈസി. 1:1:√2 ആണെങ്കിൽ
സൈഡ്സ് റേഷ്യോ. അപ്പോൾ എ ആണെങ്കിൽ എ √2. സൈഡ്സ് റേഷ്യോ വെച്ചാൽ 1:1:√2. അപ്പോൾ എ ആണെങ്കിൽ എ √2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡയമീറ്റർ കിട്ടും. പക്ഷെ ഡയമീറ്റർ അല്ല നമുക്ക് വേണ്ട, ഏതാ? റേഡിയസ്. റേഡിയസ് എന്നാണ് ഡയമീറ്ററിൻ്റെ ആൽഫ. ഡയമീറ്റർ a√2/2 ആണ്. ഇങ്ങനെ എഴുതിയേക്കാം. റേഡിയസും കിട്ടും. അപ്പോൾ റേഡിയസ് കിട്ടുന്നത് മനസ്സിലായാലും ഒന്ന് പൈത്തഗോറസ് വെച്ച് ചെയ്യാം, ഒന്ന് സൈഡ്സ് റേഷ്യോ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കാം. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ എന്തായിരിക്കും? √2. സൈഡിൻ്റെ ഡയമീറ്റർ a√2 ആണ്. ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് സൈഡെങ്കിൽ ഡയഗണൽ എന്തായിരിക്കും? 4√2. 3 രീതിയിൽ ചെയ്യാം. ഒന്ന് പൈത്തഗോറസ് വെച്ച് ചെയ്യാം, സൈഡ്സ് റേഷ്യോ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ റേഡിയസ് കിട്ടും. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കാണാൻ ഇക്വേഷനിൽ കൊടുക്കും. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സൈഡ് സ്ക്വയർ a² ബൈ ഏരിയ ഓഫ് സർക്കിൾ എന്താ? πr². πr². എ സൈഡ് ഇവിടെ എ തന്നെയാണ്. π × r എത്രയാന്ന് നിങ്ങൾക്കറിയാം. എന്താണ് r എത്രയാണ് കണ്ടുപിടിച്ചത്? a√2 ആണ് ഡയമീറ്റർ. അതിൻ്റെ പകുതി സ്ക്വയർ. ഈ സാവധാനം സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടും. എൻ്റെ സ്ക്വയർ a² ആണ്. π അവിടെ എഴുതി, a² എഴുതി. √2ൻ്റെ സ്ക്വയർ 2 ആണ്. 5. അതിൽ a² ക്യാൻസൽ ആവും. 1/π അവിടെ ഉണ്ട്. ഇത് ഇൻറ്റു 2/4 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 1/2 എന്ന് വരും. അപ്പോൾ ഇൻറ്റു 1/2 എന്നുള്ള അങ്ങോട്ട് പോകുമ്പം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/1. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ. 2/4ൻ്റെ റെസിപ്രോക്കൽ 4/2 അങ്ങനെ ചെയ്താലും മതി. ഇവിടെ ക്യാൻസൽ ചെയ്തപ്പോൾ 1/2 ആണ്. 1/2 ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2/5 ആണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട സ്ഥലം ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ തെറ്റരുത്. എൻ്റെ സ്ക്വയർ a², √2ൻ്റെ സ്ക്വയർ √2 × √2 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചാണ് √2 × √2 എന്ന് പറഞ്ഞാൽ അതും പഠിച്ചാണ്. √2 × √2 എന്താ? √2 × 2 ആണ്. √4 ആണ്. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെ 2 എന്ന് എഴുതി. 2ൻ്റെ സ്ക്വയർ 4 എഴുതി. ഇനി a² ക്യാൻസൽ ചെയ്ത് പോവും. ഇൻറ്റു 1/2 എന്നുള്ളത് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക 2/1. ഇവിടെ ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 ഉണ്ടാവും. 1/π അവിടെ ഉണ്ട്. ഇൻറ്റു 1/2 എന്നാണ്. ആ 1/2ൻ്റെ റെസിപ്രോക്കൽ 2/. അപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 2/π കിട്ടും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സർക്കിൾ എക്സാക്ട്ലി ഫിറ്റ് ഇൻസൈഡ് സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ എക്സാക്ട്ലി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫിക്സ് ആക്കി വെച്ചതിൻ്റെ പ്രോബിലിറ്റി ഡോട്ട് എവിടെയാണ്? ഇതാണ് ഗ്രീൻ പോർഷൻ. ആ ഗ്രീൻ പോർഷനാണ് ഡോട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് പ്രോബിലിറ്റി ഓഫ് സർക്കിൾ. എന്താണ് ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഡോട്ട് കാണാൻ ഏരിയ ഓഫ് സർക്കിൾ ബൈ ഏരിയ ഓഫ് സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ കാണാനുള്ള ഇക്വേഷൻ പറയാം. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും. പ്രോബിലിറ്റി ഓഫ് ഡോട്ട് വിത്തൗട്ട് ലുക്കിംഗ് ഇൻസൈഡ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിൾ ബൈ ഏരിയ ഓഫ് സ്ക്വയർ. അപ്പം നമുക്ക് ഇതിൻ്റെ റേഡിയസ് 6 ആക്കി. ഇപ്പോൾ റേഡിയസ് 6 ആണെങ്കിൽ സൈഡ് എന്തായി വരും? 2r ആവും. കാരണം ഇവിടെ ഡയമീറ്റർ 6 ആണെങ്കിൽ 6 + 6 2r ആവും. റേഡിയസ് 6 ആക്കി എടുക്കുകയാണ്. സൈഡ് എന്താവും? 2r ആയി മാറും. അപ്പോൾ നമുക്കറിയാം സൈഡ് എത്രയും കിട്ടിയത്? 2r ആണ്. ഏരിയ ഓഫ് സർക്കിൾ πr² ബൈ സൈഡ് സ്ക്വയർ. ഇവിടെ πr². സൈഡ് ഇവിടെ 2r ആണ്. 2rൻ്റെ സ്ക്വയർ എത്രയാ? πr². അത് അവിടെ തന്നെ എഴുതി. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2ൻ്റെ സ്ക്വയർ അറിയില്ല എല്ലാവർക്കും. 2ൻ്റെ സ്ക്വയർ ആണ് 4. r² ക്യാൻസൽ ചെയ്ത് നമുക്ക് π/4 ചെയ്തെടുക്കാം. പേര് എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഡോട്ട് വിത്ത് ഇൻസൈഡ് ദ സർക്കിൾ വിത്തൗട്ട് ലോക്കിംഗ് ഇൻസൈഡ് ദ സർക്കിൾ ആകുമ്പോൾ π/4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 4th ആണ്. എ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ആൾട്ടർനേറ്റ് വെർട്ടിസസ് ഓഫ് എ റെക്ടാങ്കുലർ ഹെക്സഗൺ.
ദ റെക്റ്റാങ്കിൾ ഹെക്സഗൺ. ഈ റെക്റ്റാങ്കിൾ ഹെക്സഗണിൻ്റെ ഓൾട്ടർനേറ്റ് വെർട്ടിസസ് ആണ് ഓൾട്ടർനേറ്റ്. ഇനി ഇതല്ല ഈ വെർട്ടെക്സ്, ഇതിൻ്റെ ഓൾട്ടർനേറ്റ് വെർട്ടെക്സ് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ട് ഇതിൻ്റെ പ്രോബിലിറ്റിയാണ് ചോദിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇതേമാതിരി ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഹെക്സഗണിൽ ഞാൻ എന്ത് ചെയ്യാണ് 6 ഇതാക്കി മാറ്റാം. ഇങ്ങനെയാണ് ഇങ്ങനെ വരാം, ഇങ്ങനെ ആക്കി മുറിച്ചാലും മതി. നമ്മൾ അതേമാതിരി മാറ്റി. അപ്പോൾ ഇതിൽ എത്ര ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട്, ഈക്വൽ ട്രയാങ്കിൾ ആക്കി മാറ്റി. ഇത് പാരലോഗ്രാം ഷേപ്പായില്ലേ, പാരലോഗിൻ്റെ ഡയഗണലാണ്. ഡയഗണൽ ബൈസെക്ട് ചെയ്യും, വേണമെങ്കിൽ അത് എഴുതി വെക്കാം. ഡയഗണൽ ബൈസെക്ട് ദ പാരലോഗ്രാം, കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് അതിനനുസരിച്ച് പാരലോഗ്രാം ആയിട്ട് വരയ്ക്കും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ടോട്ടൽ 3. ട്രയാങ്കിളിൽ എത്ര ഡിവിഷൻസ് ആണ്? 3. 1 2 3. ടോട്ടൽ എത്ര ഡിവൈഡ് ആണുള്ളത്? 6. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ 1/2 അങ്ങനെ ചെയ്താലും മതി. അതുപോലെ 5th ക്വസ്റ്റ്യൻ, റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ ജോയിനിങ് റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ 2 ഓവർലാപ്പിംഗ് ഇക്വലാറ്റർ ട്രയാങ്കിൾ. റെഗുലർ ഹെക്സഗൺ ഫോം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഓവർലാപ്പിംഗ് 2 ട്രയാങ്കിൾ, ഇക്വലാറ്റർ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് ഒക്കെ എന്താണ്? ഈക്വൽ ആയിട്ടുള്ള റെഗുലർ ഹെക്സഗൺ ആണ് കിട്ടിയത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഈ ഇതിൻ്റെ ഉൾഭാഗമാണ് റെഗുലർ ഹെക്സഗൺ കിട്ടിയത്. ഉള്ളിലുള്ള ഭാഗം റെഗുലർ ഹെക്സഗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, നേരത്തെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക നല്ലത്. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഇതിനെ ഈക്വലായിട്ട് റെഗുലർ ഹെക്സഗണ് ഈക്വൽ ട്രയാങ്കിൾ ആക്കിയിട്ട് ഇങ്ങനെ കാണിക്കും. ഇതൊക്കെ ഒരു റോംബസ് പാരലോഗ്രാം പോലെ ഇല്ലേ, ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്നുണ്ട്, ഒക്കെ പാരലോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി എന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിൽ 1 2 3 4 5 6 ആണ്. 6 ടോട്ടൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 കൂടെ 12. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് എന്ത് വരും? 1/2 വരും. ഇനി നിങ്ങൾക്ക് അതേമാതിരി എക്സാമിന് വരുന്നതാണ് റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ബേസിൽ നിന്ന് ഇതിൻ്റെ എവിടേക്കും ഒരു ട്രയാങ്കിൾ വെച്ചു. സൈഡിൽ മിഡ് പോയിന്റ് ആവാം, എവിടെയും ആവാം. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള റേഷ്യോ നിങ്ങൾ പഠിച്ചതാണ്. കാരണം ബേസ് സെയിമും തേർഡ് വെർട്ടെക്സ് പാരലലും ആയാൽ റെക്റ്റാങ്കിളും ട്രയാങ്കിളും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഡോട്ട് എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. കാരണം എന്താ? നിങ്ങൾ പഠിച്ചതാണ് ട്രയാങ്കിളുടെ ഏരിയ ഹാഫ് ഓഫ് റെക്റ്റാങ്കിൾ, അതിൻ്റെ ഹാഫ് പോർഷനേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യാം, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഈക്വലായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യും. പക്ഷെ ഏറ്റവും നല്ലത് എന്താണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ആയിരിക്കും എന്നുള്ള റിലേഷൻ. അതായത് ബേസ് സെയിം ആവണം, ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് റെക്റ്റാങ്കിളിൻ്റെ സൈഡിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് 9ാം ക്ലാസ് പഠിച്ചതാണ്. 2 പാരലൈൻഡല്ല, ബേസ് സെയിം ആയ ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വലാണ്. അതിലുണ്ടാവുന്ന റെക്റ്റാങ്കിളുടെ ഏരിയയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ റെക്റ്റാങ്കിളുടെ ഏരിയൻ്റെ പകുതിയായിരിക്കും ട്രയാങ്കിളുടെ ഏരിയ. അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, പ്രോബിലിറ്റി ഹാഫാക്കി നമുക്ക് എഴുതാം.